എൻ്റെ പേര് അഭിലാഷ. എന്നാ ഇങ്ങോട്ട് വന്നേ? ഞാനിവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര മണ്ണെടുത്തിലും ഭയങ്കര വിഷയമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് 20 വർഷമായി കോളനിക്കകത്ത് വന്നിട്ട്. ഇത് 3ാമത്തെ പ്രാവശ്യമായി ഈ മണ്ണിടിയില്ല. എനിക്ക് ഇന്ന് കാരണം ഇപ്പം ഇന്നലെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വിണ്ട് കീറിയിരിക്കുക. ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ വിണ്ട് കീറിയിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ പെണ്ണുപിള്ളേരുടെ അടുത്ത് പറഞ്ഞു, ഇനി നമുക്കിവിടെ താമസിക്കാൻ പറ്റില്ല. നമ്മൾ താമസിക്കുന്ന നമ്മുടെ പിള്ളേരെല്ലാം പോരും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി നമ്മൾ ക്യാമ്പിൽ പോകും. ക്യാമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ വന്ന് ഫുഡ് കഴിച്ച ഒരു 9:45 ഫോൺ വരിക. അവിടെ മണ്ണിടിക്കുന്ന 5 വീട് തകർന്നു പോയിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 5 വീട് തകർന്നിരിക്കുക. ഇനി നിൽക്കാൻ അവിടെ എനിക്ക് മാത്രമല്ല, അവിടെ 42 കുടുംബമുണ്ട്. ഈ 42 കുടുംബമായിട്ട് കൊടുക്കാതിരിക്കുന്നത് ഭയങ്കര ശല്യമാണ്. ഇന്ന് അവർ നമ്മളിപ്പോൾ ഒരാൾ 2000 പോയിക്കൊണ്ട് 42 കുടുംബം ഒറ്റയ്ക്ക് പോയി എന്നെ ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ അപകടം സാധ്യതയുണ്ട്. ഇനി അപകടം വരും, ഉറപ്പായിട്ട് വരും. ഇനി നമുക്ക് അവിടെ ഇനി ഒരു കാലം നമ്മൾ കോളിക്കകത്ത് നമ്മൾ താമസിക്കുന്നില്ല. ഇന്നോടെ കൂടി ആ കോളി ഞങ്ങൾ വേണ്ടാന്ന് നോക്കുക. ഈ 42 കുടുംബമായിട്ട് ഈ റോഡ് നിർമ്മാണത്തിലുള്ള പിടിപ്പുകേടല്ലേ ഇത്? അതായത് ഇത് ചുമ്മാ പണി തന്നെ മറ്റേ ഇത് ഒരു പളഞ്ചലോടല്ലോ, ഒരു സാധനം ചുമ്മാ എടുക്കുന്ന കഴിഞ്ഞ് തോളിട്ടിട്ട് പണി, അതുപോലെ ചുമ്മാ സാധനം അവർ കുടഞ്ഞെടുത്തത്. റോഡിന്റെ സൈഡ് വാളൊക്കെ വട്ടം അരിഞ്ഞാകും അല്ലേ? ഈ റോഡിന്റെ സൈഡ് വാൾ എടുക്കാന്ന് കഴിഞ്ഞാൽ ഒരു പരിധി ഉണ്ട്. ആ പൊക്കത്തിൽ എടുത്താൽ മതിയാറുള്ളൂ. ഇത് മൊത്തം കയറി എടുത്ത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഈ സാധനം പൊളിഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇത്ര അപകടം വരാത്ത കാരണം ഇത് ഇത്ര അപകടം എന്ന് കഴിഞ്ഞാൽ ഈ NH പണിക്കാർ മാത്രമാണ്, വേറെ ആരും വരാം. പിന്നെ എന്താ ഈ മെമ്പർമാരെ ഇവരൊക്കെ വന്ന് നമ്മളിപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന് മെമ്പർമാർക്ക് കൊണ്ടുവന്ന് പ്രസിഡന്റ് കൊണ്ടുവന്ന് സെക്രട്ടറി കൊണ്ടുവന്ന് പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കുറച്ച് നമുക്ക് എങ്ങനെ നോക്കാം. പിന്നെ നമ്മൾ എൻ്റെ പൊട്ട് സാറേ ഇനി ഞങ്ങൾ കോഴിക്കകത്ത് പോകില്ല. ഞങ്ങൾ കിടന്ന ബസ് സ്റ്റാൻഡിൽ കിടന്ന് എനിക്ക് പോവാം. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഈ കോഴിലേക്ക് പോകില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. കളക്ടറെ അടുത്ത് പറയുകയും ചെയ്തു, MP അടുത്ത് പറയുകയും ചെയ്തു, പറഞ്ഞ എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് എല്ലാം പറയുകയും ചെയ്തു. പറഞ്ഞ കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ശരിക്കും ഒരു തീരുമാനം അതിനകത്ത് ഉണ്ടാകാം. നമ്മളായിട്ടല്ല, എനിക്ക് മാത്രമല്ല, ഞാൻ ഞങ്ങൾ അവിടെ പോയപ്പോൾ പ്രദേശവാസികളെല്ലാം പറയും ഇനി അപകടമാണ് സാധ്യത. ഉറപ്പായിട്ടും ഉണ്ടെന്ന് ഞാൻ പറയും. ആയിരക്കണക്കിന് ആൾക്കാർ ഇനിയും മണ്ണിനടിയിൽ, അതായത് ഈ നേരിമംഗലം തൊട്ട് മൂന്നാർ വരെയുള്ള വഴികളെല്ലാം ഉറപ്പായിട്ട് പോകും. പിന്നെ ഈ 42 ഈ കോളനിക്കകത്ത് ഇതുവരെയായിട്ട് എൻ്റെ പിന്നെ NH-കാർക്ക് ഒരു പാവത്തം പറ്റും. ഇതുവരെ നേരത്തെ മറ്റേ പണിയുടെ റോഡ് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും മണ്ണെടുക്കാതെ ഇത്ര ഒരു അപകടം ഉണ്ടാക്കാതെ തന്നെ അവർ മണ്ണെടുത്തിട്ട് വന്നത്. ഇത്രയും അടിമാലി ലക്ഷം കോളി വന്ന് കഴിഞ്ഞപ്പോൾ കോളിനെ മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് 5 വീട് തകർന്നു പോയി. 5 കുടുംബം തന്നെ ഒരാൾ മരിക്കുകയും ചെയ്യും. ഇത് അവർ കയറി എടുത്തിട്ടാ. ബിജുവിന്റെ വീടിന്റെ അടുത്തായിരുന്നു. ബിജുവിന് തൊട്ടടുത്ത് തൊട്ടടുത്ത് വരും 5 കുടുംബം. ഞങ്ങൾ എൻ്റെ ഇന്ന് രാവിലെ പോയി ഞങ്ങൾ രാവിലെ നേരം എടുക്കുമ്പോൾ കാണുമ്പോൾ ഒറ്റ പ്ലേസിൽ കിടക്കുക. ഇത് ആരും ഇവിടെ എവിടെ ചേട്ടന് എവിടെയായിരുന്നു ആ സമയത്ത്? എവിടെയായിരുന്നു ഈ ഇടിച്ചിലുണ്ടായ സമയത്ത്? ഞങ്ങളിവിടെ ഞങ്ങൾ 9:30 കറക്റ്റ് 9:40 ഞങ്ങൾ കഞ്ഞും കുടിച്ച് ഞാനും വേറെ ഒരു പുള്ളിയും കൂടി പുതപ്പെടുത്തിട്ട് ഇവിടെ വന്ന് ആ പുതപ്പോടെ വെച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ഫോൺ വന്നു. അഭിലാഷേട്ടാ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ മണ്ണിനടിയിൽ പോയാലും മൊത്തം മണ്ണിടിഞ്ഞ് 5 ഇവിടെ താർന്നു വരും. അല്ലെങ്കിൽ ഞങ്ങൾ മണ്ണിൽ അടിയിലായിരുന്നു. ദൈവ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും എടുക്കാനായിട്ട് ചെന്നായിരുന്നെങ്കിൽ സംഭവിക്കും. പണി കിട്ടി. ഞങ്ങൾ ആ പുള്ളിയുടെ പുതപ്പെടുക്കാൻ പോയത്. ഞങ്ങൾ പുതപ്പെടുത്തിട്ട് സെക്കൻഡ് തന്നെ അപ്പം തന്നെ മാറി. വിജയേട്ടൻ പുതപ്പെടുക്കാൻ പോയതാണോ? വിജയേട്ടൻ വന്നിട്ട് തറവാട്ടി പോയി. വിജയേട്ടൻ കഞ്ഞി കുടിച്ചിട്ട് വിജയേട്ടൻ്റെ കൊച്ചിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നിട്ട് പുള്ളി പെരക്കകത്ത് കയറി വന്നിട്ട് പുള്ളി കഞ്ഞിയും കുടിച്ചിട്ട് പുറത്ത് പോയതാണ്. ഇങ്ങോട്ട് വരുന്ന പറഞ്ഞാണ് പോയത്. വീട്ടിലേക്ക് തറവാട്ടി കിടക്കുന്ന പറഞ്ഞാണ് പോയത്. അതെ, പുള്ളിക്ക് പണി കിട്ടിയില്ലേ. ഇനി ഞങ്ങൾ ഒരിക്കലും ഇനി ഇതിനൊരു മുൻകരുതൽ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി? ഇത് സംഭവിക്കാതിരിക്കുന്നുണ്ട്. കാരണം ഇനി എന്ത് കെട്ടി കഴിഞ്ഞാലും എന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മണ്ണ് പോരുമില്ല കേട്ടോ, ഉറപ്പായിട്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. റോഡിന്റെ അത്രയുള്ള മണ്ണാണ്. മണ്ണും വെള്ളവും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത്രയും മുസ്ലിംകാർ ഇങ്ങനെ കിടക്കണം ഈ പോലത്തെ. പക്ഷെ വിണ്ടിരിക്കുന്ന ഭാഗം അവിടെ കിടക്കുക, മറ്റേ ഭാഗം പെരുമ്പാമ്പ് ഇറ വിഴുങ്ങാൻ ഭാഗത്തിനാണ് ഇപ്പൊ മണ്ണ് നിൽക്കുന്നത്. മണ്ണിരിക്കില്ല. ഇപ്പൊ വീണ്ടും പോരും ഉറപ്പായിട്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഴി മൊത്തം ഒന്നും കാണുമല്ല. നോക്കിക്കോ, നമ്മളെല്ലാ വാർത്തയിലും ഇങ്ങനെ പറയുന്നത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോഴി കാണുമല്ല എന്ന് നമ്മൾ പറയുന്നത് ഉറപ്പാണ്. ഇപ്പൊ ഈ വെയില് മണ്ണാണെങ്കിൽ കുഴപ്പമില്ല. വന്നപ്പോ ഒക്കെ പറഞ്ഞു ഈ അവിടെ ആ കിറ്റാച്ചി പണ്ടണം എർത്തിന് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ കൊണ്ട് അങ്ങനെയാണ്. വീടും കുലുങ്ങുന്നുണ്ടായിരുന്നോ? നമ്മുടെ വീടൊക്കെ ഉണ്ട്. നമ്മുടെ വീട് തൊട്ട് മെയിൻ റോഡ് തൊട്ട് സൈഡില് അവിടെ അവർ ഇടിക്കും, JCB ഇടിക്കും, വൈബ്രേഷൻ ഒക്കെ. നമ്മുടെ വീട് കെട്ടണമെന്നില്ല, കെട്ടണമെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ മറ്റേ ഈ വാഷ് ബേസിനുണ്ടല്ലോ, വാഷ് ബേസിന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിള്ളലുണ്ടായത്. അങ്ങനെ വിള്ളലുണ്ടായിരുന്നു.
നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ഇനി നമ്മൾ ആ കോളനിക്കകത്ത് പോകുന്നത് ഉറപ്പാണ്. ഇവിടെ വന്ന് കിടക്കുന്ന കുടുംബം ഇനി എന്താണ് ഇനി സർക്കാരിന്റെ ഭാഗത്ത് എന്താണ് സർക്കാർ നല്ലൊരു ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയതാണ്. ആ കോളനിയിൽ സുരക്ഷിതമായിട്ട് താമസിക്കാൻ പിന്നെ കോളനിക്കകത്ത് നിന്ന് വേറെ എവിടെയും രക്ഷപ്പെട്ട് വീട് വെച്ച് നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ താമസിക്കും. ആ വീണ്ടും കോളനിക്കകത്ത് പോകുമ്പോൾ നമ്മൾ കോളനിക്കകത്ത് പോകുമല്ലോ ഉറപ്പാണ്. കോളനിക്കകത്ത് പോകുന്ന പേര് നമ്മൾ മരിക്കും ചെയ്യും. അടിച്ചിന്റെ അടി കിടക്കുന്നതിന് സത്യം. നമ്മൾ ഇതിനകത്ത് ഇനി വെള്ളം പിടിച്ചിട്ട് മറ്റന്മാരെ ഇവർക്ക് വെള്ളം പിടിച്ചിട്ട് എവിടെയുള്ള എല്ലാ ആൾക്കാരും തന്നെയാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് പോയി MP എല്ലായിടത്തും നമ്മൾ നേരിട്ട് പറയുകയും ചെയ്യും. സാർ ഇതാ സംഭവം നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നമ്മൾ കോളനിക്കകത്ത് പോകുമല്ല. കോളനിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് മരിക്കുകയും ചെയ്യുന്നത്. മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ അത് ആരാ നോക്കണം എന്നറാ. ഇപ്പോൾ ഈ എൻ്റെ പകലാണെങ്കിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. രാത്രി ആണെങ്കിലോ ഇതിനകത്ത് വലിയ ശക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഈ നമ്മൾ ഈ സൈഡ് റോഡ് മണ്ണെടുക്കുന്ന പണി നിർത്തിയിട്ട് അല്ല നമ്മളിപ്പോൾ ഈ മലയത്തിന് മണ്ണെടുക്കുന്ന നിർത്തിയിട്ട് ഈ വെയിൽ സമയത്ത് മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി മണ്ണെടുത്ത് വരുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ സാധനം പോരും ചെയ്യും. സാധനം പോരി കഴിഞ്ഞാൽ ആ കോളനി മൊത്തം പാവപ്പെട്ട കോളനിക്കാർ മൊത്തം പോവുകയും ചെയ്യും. മണ്ണിൻ്റെ അടിക്കുന്ന ഉറപ്പായിട്ടും ഉണ്ടാകും. നമ്മൾ കണ്ടത് നമുക്കറിയാം. ഇതിനകത്ത് ഇനി ആ മണ്ണിടുന്ന പോകുന്നത് ഇനി അതിനകത്ത് ഇരട്ടി മണ്ണ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയണ്ടല്ലോ, കാരണം അത്ര വലിയ മല ഈ സാധനം ഇങ്ങനെ വിണ്ടുകിരിക്കുന്ന ഭാഗം അവിടെ ഇരിക്കുക. വായ്ക്കുള്ള ഭാഗം ഇടിഞ്ഞിരിക്കുന്നത് വിണ്ടിരിക്കുന്നത്. ഇനിയും ഒരു മഴ പെയ്യുമ്പോൾ വിണ്ടിരിക്കുന്ന സാധനം മൊത്തം പോയി കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ഘടനയോടനുബന്ധിച്ചുള്ളൊരു വർക്കല്ല അവിടെ നടന്നത്. അല്ലല്ല, അശാസ്ത്രീയ നിർമ്മാണമാണ് മാത്രമോ. അതെന്ന് കഴിഞ്ഞാൽ ഇവർ ചുമ്മാ JCB കൊണ്ട് വാരി പൊക്കി എടുത്ത് കഴിഞ്ഞാൽ അതല്ല ചെയ്യുമ്പോൾ ചുമ്മാ എടുത്ത് കഴിയുമ്പോൾ ചോറക്കടം പാതിയായ പൊക്കത്തിലല്ലേ അവർ മണ്ണെടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കിറ്റാച്ചി അല്ല അവിടെ. പിന്നെ കിറ്റാച്ചി മേലിൽ കയറിയപ്പോൾ ഉണ്ടാക്കിയത് കയറി കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു നാളെ എങ്ങനെ എടുത്തിരുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കാതെ കിടക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല. എൻ്റെ പെണ്ണുമ്പോൾ എൻ്റെ പിള്ളേർ എനിക്ക് വേണം. ഞങ്ങൾ പോകാതെ ഇന്നലെ 6 മണിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ 6 മണിയാകുമ്പോൾ ഞങ്ങൾ പോകും.